ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇന്നിപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ഔട്ട്ലുക്കൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വിൻ്റർ ഹാറ്റ് ഉണ്ട്, വിൻ്റർ ജാക്കറ്റ് ഉണ്ട്, വിൻ്റർ ഗ്ലൗസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. വിൻ്റർ ഗ്ലൗസ്, വിൻ്റർ ബൂട്ട്സ് എല്ലാം ഉണ്ട്. സോ വിൻ്റർ ഷൂസ്, വിൻ്റർ സോക്സ് എല്ലാം ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ വിൻ്ററിനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ഒറ്റ വീഡിയോ കൊണ്ട് ഒരിക്കലും നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല. ഒത്തിരി ഉണ്ട് വിൻ്ററിനെ കുറിച്ച് പറയാനായിട്ട്, കാനഡയുടെ വിൻ്ററിനെ കുറിച്ച്. അപ്പോൾ അത് 2-3 എപ്പിസോഡായിട്ട് ചെയ്യാം. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ കാനഡയുടെ വിൻ്ററിനെ കുറിച്ച് പറയുവാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. 2 സൈഡ്സ് ഓഫ് ദി കോയിൻ എന്ന് പറയുന്ന പോലെ തന്നെ വിൻ്റർ പറയുകയാണെങ്കിൽ ശരിക്കും നമുക്ക് പോസിറ്റീവിൽ നിന്ന് തുടങ്ങാം. അതല്ല ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എപ്പോഴും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ശരിക്കും സ്നോ വീണ് തുടങ്ങുന്ന ടൈം, അതായത് വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ 1 ഡിഗ്രി അത് മുതൽ ഒരു എത്രയാ -10-നകത്തൊക്കെ ആയിരിക്കും സ്നോഫോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ എന്താ പറയുക, ഭയങ്കര ഒരു അമേസിങ് ആയിട്ടുള്ള ബ്യൂട്ടിയാണ് കേട്ടോ. മൊത്തം ഈ വീടിൻ്റെ റൂഫുകളാണെങ്കിലും, ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ റൂഫ്സ് ആണെങ്കിലും, ബിൽഡിങ്സിൻ്റെയൊക്കെ റൂഫുകളാണെങ്കിലും കംപ്ലീറ്റ് സ്നോ കൊണ്ട് കവർ ചെയ്തിട്ട് ഭയങ്കര ഒരു മൊത്തത്തിലൊരു വൈറ്റിഷ് അപ്പിയറൻസ് ആയിരിക്കും. റോഡും കംപ്ലീറ്റ് വൈറ്റ് ആയിരിക്കും സ്നോ വീണിട്ട്. അത് പ്രത്യേക ഭംഗിയാണ് അത് കാണാനായിട്ട്. അമേസിങ് ആയിട്ടുള്ള ലുക്കാണ് കേട്ടോ. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ സ്നോ ഫോളിൻ്റെ ടൈമിലാണ് കാനഡ ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് തിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു അപ്പിയറൻസ് ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണത്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ഈ സ്നോഫോളിൻ്റെ ടൈമിൽ എങ്ങനെയായിരിക്കും കാനഡയുടെ ഒരു അപ്പിയറൻസ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു അതർ സൈഡ് എന്ന് പറയുന്നത് കുറേ റിസ്ക്കുകളുണ്ട് ഈ സ്നോഫോളിൻ്റെ ടൈമിൽ. അതായത് സ്നോ ഒക്കെ വീണിട്ട് ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും റോഡും. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴികളെല്ലാം ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും. ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ വാക്ക് ചെയ്യുവാണെങ്കിലും ഡ്രൈവ് ചെയ്യുവാണെങ്കിലും വളരെ വളരെ കെയർഫുൾ ആയിരിക്കണം. ഡ്രൈവിംഗ് ഒക്കെ വളരെ സ്ലോ ആയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം വണ്ടി സ്കിഡ് ചെയ്യാനുള്ള എവറി ചാൻസ് ഇസ് ദെയർ. അത്രയ്ക്കും സ്ലിപ്പറി ആയിരിക്കും റോഡ്സ്. അപ്പോൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം ഡ്രൈവിങ്ങിലാണെങ്കിലും. ഈവൻ നമ്മൾ വാക്ക് ചെയ്ത് പോവുകയാണെങ്കിലും ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. കാരണം സ്ലിപ്പ് ചെയ്ത് വീഴാനുള്ള എവറി ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയ്ക്കും സ്ലിപ്പറി ആയിട്ടുള്ള ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ഈ സ്നോയ്ക്കുണ്ട്. അതാണ് അതിൻ്റെ കുറേ നെഗറ്റീവ് ഇഫക്ട്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ നോക്കാം. അപ്പോൾ ഈ എപ്പിസോഡിൽ നമുക്ക് എങ്ങനെയാണ് സ്നോ കാനഡയെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്നതെന്ന് നോക്കാം. സോ വാച്ച് ആൻഡ് എൻജോയ്. കണ്ടോ, മഞ്ഞായപ്പോൾ എല്ലായിടവും നല്ല വെള്ള കളറിൽ കിടപ്പുണ്ട്. എല്ലാം ഒരു വൈറ്റിഷ് ലുക്കാണ്. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. പക്ഷേ നല്ല തണുപ്പാണ്. ഇപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇവിടെ കാനഡയിൽ. ഞാനിവിടെ വിന്നിപ്പെഗിലാണ്, മാനിറ്റോബ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്റേഴ്സ് നല്ല തണുപ്പ് കൂടിയ സ്ഥലമാണ്. മരത്തിൻ്റെ മുകളിലൊക്കെ കണ്ടോ ഇങ്ങനെ മഞ്ഞ് വീണിട്ട് അവിടെ ആയിട്ട് വൈറ്റ് കളേഴ്സിൽ ഇരിപ്പുണ്ട്. കാറിൻ്റെ മുകളിലും ഒക്കെ മഞ്ഞ് നന്നായിട്ട് കവർ ചെയ്ത് കിടക്കും. കാറിൻ്റെ മുകളിലൊക്കെ ഇവിടെ കാറിൻ്റെ മുകളിൽ നന്നായിട്ട് കവർ ചെയ്ത് കിടക്കുന്ന കാണാം. ഉണ്ടോ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാറും എല്ലാം രാവിലെ ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാറിൻ്റെ മുകളിലെ സ്നോ എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമാണ് രാവിലെ നമ്മൾ കാറ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കാറിൻ്റെ അകത്ത് കയറുമ്പോഴും നല്ല തണുപ്പായിരിക്കും.
അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നതിന് ഒരു 3 മിനിറ്റ്സ് അല്ല, ഒരു 10-15 മിനിറ്റ്സ് മുന്നേ തന്നെ നമ്മൾ കാറ് സ്റ്റാർട്ട് ചെയ്തിടും. എല്ലാം ഒരു വൈറ്റ് കളർ ലുക്കാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു പ്രത്യേക ഭംഗിയാണ് ഈ വൈറ്റിഷ് ലുക്ക് കാണാനായിട്ട്. വീടിൻ്റെ മുകളിലും എല്ലായിടത്തും ഉണ്ട്. കാണിച്ചു തരാം. എല്ലാ റോഡൊന്നും കാണാം. ഇതെല്ലാം റോഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. റോഡെല്ലാം കംപ്ലീറ്റ് സ്നോ കൊണ്ട് മൂടിയിരിക്കുകയാണ്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഈ എപ്പിസോഡ് എല്ലാ ഫ്രണ്ട്സും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് എപ്പിസോഡിൽ കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ എത്തും. ടിൽ ദെൻ ഓൾ ഓഫ് യു ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ വാട്ടർ ബോഡിയാണ് കേട്ടോ. ഇതൊരു റിവറാണ് ശരിക്കും. അപ്പോൾ ഇവിടുത്തെ വിൻ്ററിലെ തണുപ്പ് കാരണം ഇതെല്ലാം ഈ വെള്ളമെല്ലാം ഐസായിട്ടുള്ള ഒരു സീനാണ് കാണുന്നത്.